ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതിയും രേവതിയും കൂടി ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നവീൻ വരുവാണ്. വീണ്ടും ഇവരെ ഭീഷണിപ്പെടുത്തുവാണ് പൈസയും ചോദിച്ചുകൊണ്ട്. അന്ന് ബ്യൂട്ടി പാർലറിൽ വന്നപ്പോഴേക്കും നിങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, ഞാനൊരു ജെൻറ്റിൽമാൻ ആയതുകൊണ്ട് സത്യങ്ങളൊന്നും നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഒരു ജെൻറ്റിൽ വുമണായിട്ട് എന്നോട് പെരുമാറിക്കൂടെ, ഞാൻ ചോദിച്ച കാശ് തന്നാൽ എന്താ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കല്യാണമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞാൻ തന്നെ ബ്യൂട്ടി പാർലർ വിറ്റ് ഇപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും നവീൻ പറയുന്നുണ്ട്, നിനക്കാണോ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് കല്യാണം കഴിച്ച നിനക്ക് 1,00,000 രൂപ ഒപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എൻ്റെ കല്യാണമാണ്, ഇന്നത്തേക്ക് ഒരു ദിവസം കൂടി ഞാനൊരു സമയം തരാം, അതിനുള്ളിൽ നീ ഞാൻ പറഞ്ഞ തുക തന്നില്ലെങ്കിൽ നിന്നെ പറ്റിയുള്ള എല്ലാ വിവരവും ഞാൻ വീട്ടിൽ പോയി പറയും, നീ ഒന്ന് കെട്ടിയതാണെന്നും നിനക്കൊരു കുട്ടിയുണ്ടെന്നും എല്ലാ വിവരങ്ങളും ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുവാണ്. എന്നിട്ട് നവീൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, ഇവനെ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അങ്ങനെ ഇനി വേറൊരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും വയ്യ, എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ചു കൊടുക്കണം എന്ന് ശ്രുതി തീരുമാനിക്കുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, എങ്ങനെ ഒപ്പിച്ചു കൊടുക്കും ആ കാശെന്ന് ചോദിക്കുമ്പോഴേക്കും, ശ്രുതിയുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, എന്തെങ്കിലും കള്ളം പറഞ്ഞ് വീണ്ടും ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റണം എന്നാണ് ശ്രുതി പറയുന്നത്. ശ്രുതിക്ക് പൈസ അടിച്ചു മാറ്റൽ കള്ളങ്ങൾ പറഞ്ഞ് മതിയായി പറയുന്നുണ്ട്, മീരയോട് പറയുന്നുണ്ട്, ഇന്നത്തോടെ ഞാൻ എൻ്റെ കള്ളങ്ങളൊക്കെ പറയാൻ അവസാനിപ്പിക്കുവാണ്, ഇത് ലാസ്റ്റായിട്ടാണ് ഞാൻ എൻ്റെ ശ്രുതിയോട് കള്ളം പറയാൻ പോകുന്നത്, ഇതൊരു അത്യാവശ്യ കാര്യമായി പോയില്ലേ, അല്ലെങ്കിൽ ആ നവീൻ്റെ ശല്യം സഹിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ശ്രുതിയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ മേടിച്ച് ആ നവീനെ കൊടുക്കണമെന്ന് പറയുവാണ് ശ്രുതി അങ്ങനെ ശ്രുതിനോട് എന്ത് കള്ളം പറഞ്ഞ് പൈസ മേടിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ പോകുവാണേ. വീട്ടിലാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ആലോചനയിലാണ്, ശ്രുതിക്കാണെങ്കിൽ ആ പൈസ പലിശക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. ശ്രുതിയോട് അത് പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് ഈ കാശ് പലിശക്ക് കൊടുത്താലോ, അപ്പോൾ പിന്നെ മാസം മാസം നമുക്ക് പലിശ കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, മണ്ടത്തരം കാണിക്കല്ലേ ശ്രുതി, പലിശക്ക് കൊടുത്തതിന് ആൾക്കാർ നമുക്ക് കറക്റ്റായിട്ട് പലിശ തന്നില്ലെങ്കിലോ നമ്മൾ പെട്ടുപോകൂലേ, നമ്മുടെ പൈസ കാലിയാവുന്നല്ലാതെ മര്യാദക്കുള്ള എല്ലാവരെയും സൂക്ഷിക്കണം ശ്രുതി, ആരെ വിശ്വസിക്കാൻ പൈസ മേടിക്കാൻ എല്ലാവരും ഉണ്ടാകും, പലിശ തരാൻ ആരും ഉണ്ടാവില്ലെന്ന് ശ്രുതി പറയുവാണ്. ശ്രുതി തന്നെ അന്ന് പലിശക്ക് എടുത്തിട്ട് ഒളിച്ചു നടക്കുമായിരുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആളുകൾ ഒളിച്ചു നടന്നാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതും ശരിയാ, പക്ഷെ ഇത്രയും കാശ് വെറുതെ കയ്യിൽ വെച്ചിരിക്കണ്ടല്ലോ, അതാ പലിശക്ക് കൊടുക്കാന്നെങ്കിലും ആലോചിക്കുന്നേന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ട്. ശ്രുതി വിചാരിക്കും, ഈ ട്രാക്ക് കൊള്ളാം, ഈ ട്രാക്കിൽ തന്നെ ശ്രുതിയെ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയുവാണ്, ശ്രുതി എന്നാൽ എനിക്കൊരു 1,00,000 രൂപ നീ പലിശക്ക് താന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, നിനക്കെന്തിനാ പലിശക്ക് ഇപ്പോൾ കാശെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ, അല്ല ചോദിക്കണ്ടേ പിന്നെ എന്തിനാ ഇത്രയും കാശെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്ക് EMI അടക്കണം, കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാശ് ചോദിക്കുന്നത്, ഞാൻ പലിശ തരാം ശ്രുതിക്ക്, എന്നെപ്പോലുള്ളൊരു കസ്റ്റമറിൻ്റെയൊക്കെ പലിശക്ക് കൊടുത്താൽ അത് കുഴപ്പമില്ല, പക്ഷേ വിശ്വസിക്കാവുന്നവരുടെ കൈ മാത്രമേ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ശ്രുതിക്ക് നേരെ പോയി പലിശ ഇട്ട് കൊടുക്കുവാണേ, ഗൂഗിൾ പേ ചെയ്യുവാണ്. അപ്പോൾ ശ്രുതി പറയും, ഇത് കൊള്ളാലോ, നിന്ന നിൽപ്പിൽ എനിക്ക് 2,000 രൂപ കിട്ടി, ഈ ഏർപ്പാട് കൊള്ളാം. അപ്പോൾ ശ്രുതി പറയും, എനിക്കന്നാ 1,00,000 രൂപ ഇങ്ങോട്ടേക്ക് താന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നീ തന്നെയല്ലേ പലിശക്ക് കൊടുക്കണ്ടെന്ന് പറയുന്നത്, എന്നിട്ട് നിനക്ക് തന്നെ പലിശക്ക് തരാൻ പറയുന്നു, എന്താ ശ്രുതി ഇതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ശ്രുതി ഞാനാണ് ശ്രുതിയുടെ ആദ്യത്തെ കസ്റ്റമർ, ഞാനിപ്പോൾ പലിശ ഇട്ട് തന്നില്ലേ, ഇതുപോലെ തന്നെ പലിശ തന്നെ ഒരാളുടെ കയ്യിലാണെങ്കിൽ കുഴപ്പമില്ല, ശ്രുതി എനിക്കിപ്പോൾ എൻ്റെ പലിശ ഞാൻ ഏതായാലും തന്നു, എൻ്റെ മുതൽ ഇതാന്ന് പറയുമ്പോഴേക്കും 1,00,000 രൂപ ശ്രുതിയും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ സന്തോഷം, ശ്രുതിക്ക് ആദ്യത്തെ വരുമാനം കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ ശ്രുതി കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ഈ പരിപാടി കൊള്ളാം, അപ്പോൾ പിന്നെ ഞാൻ പലിശക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും, എന്നെ ചോദിക്കാണ്ട് മേലെ ഈ കാശ് തൊട്ട് പോകരുത്, ആർക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ, ആ പാർക്കിലെ ഫ്രണ്ട്സിനെങ്ങാനും പോയി പൈസ എങ്ങാനും കൊടുത്താലും ശ്രുതി എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിന്നോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യില്ല ശ്രുതി, കാരണം ഈ പൈസ കിട്ടാൻ കാരണം നീയാണെന്ന് പറഞ്ഞ് ശ്രുതിയെ അങ്ങനെ സ്നേഹത്തോടെ പിടിക്കുകയാണ് ശ്രുതി. പിന്നെ കാണിക്കുന്നത് സച്ചിയുടെ ടാക്സി സ്റ്റാൻഡാണ്. സച്ചി അവിടെ മഹേഷിനോടും കൂട്ടുകാരോടൊക്കെ തൻ്റെ സംശയങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്, എങ്ങനെ ഈ ജയിലിലിരിക്കുന്ന ആൾ ഈ പൈസ അയച്ചു കൊടുക്കും, എനിക്ക് ആ പാർലറേട്ടത്തിൽ പറഞ്ഞതിൽ നല്ല സംശയമുണ്ട്, പോരാത്തതിന് ശ്രുതിയുടെ മുഖം, അവർ കള്ളാടാ പറയുന്നത്, അത് അച്ഛൻ അയച്ചു കൊടുത്ത കാശൊന്നും അല്ലെന്ന് ഇങ്ങനെ സച്ചി പറയുവാണേ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടാ അവർ പണക്കാരല്ലേ, അവർക്ക് ജയിലിലിരുന്നായാലും പൈസ അയക്കാൻ പറ്റും, നീ എന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കുന്നേ, നമ്മുടെ രേവതി പറഞ്ഞ പോലെ നീ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി
ജീവിക്കാൻ പറയുവാണ് മഹേഷ്. അപ്പോൾ ആ ടൈമിൽ അതിലേക്കൂടി ഒരു ജ്യോത്സ്യക്കാരൻ പോകുകയെ ജ്യോത്സ്യക്കാരൻ സച്ചിയെ നോക്കിയിട്ട് പറയും, നിങ്ങൾക്ക് കഷ്ടകാലം വരാൻ പോകുന്നു എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, ഓ കഷ്ടകാലോ, ശരി ശരി. പറയും, നിങ്ങളുടെ കൈ ഇങ്ങോട്ട് തന്നെ ഞാൻ കൈ നോക്കി പറയാമെന്ന് പറയുമ്പോൾ സച്ചി പറയും, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ പൊക്കോ, വേണമെങ്കിൽ ചായക്കാശ് ഞാൻ തരാമെന്ന് പറയും. അവൾ പറയും, എനിക്ക് ചായക്കാശൊന്നും വേണ്ട, കൈ കാണിക്ക്, ഞാൻ പറയാമെന്ന് പറയുമ്പോൾ മഹേഷ് പറയും, കാണിക്കടാ, എന്താ പറയുന്നതെന്ന് അറിയാലോ എന്ന് പറയുമ്പോഴേക്കും സച്ചി കൈ കാണിച്ചു കൊടുക്കുകയും അപ്പോൾ ജ്യോത്സ്യക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഷ്ടകാലം തന്നെയാണ്. അപ്പോൾ പറയും, കഷ്ടകാലോ, എനിക്ക് എല്ലാ ദിവസവും കഷ്ടകാലമാണ്, എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോഴേക്കും ജ്യോത്സ്യക്കാരൻ പറയും, നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്ക് നല്ല ആയുസ്സുണ്ട്, എല്ലാം നല്ലതാണ്, ഭാര്യ നല്ലതാണ്, എല്ലാം നല്ലതാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം, നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ ശത്രു, ആ നാക്ക് മൂടിക്കെട്ടണം ആദ്യം. ഇന്നത്തെ സൂക്ഷിച്ച് വേണം ഇന്ന് നടക്കാനും പിടിക്കാനും, നാട്ടുകാർ മൊത്തം നിങ്ങൾക്ക് നേരെ തിരിയുന്ന ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ പ്രത്യേകം സൂക്ഷിക്കണം എന്ന് പറയുവാണ് ജ്യോത്സ്യക്കാരൻ. സച്ചിയെ അറിയാലോ, സച്ചിക്ക് ദൈവവിശ്വാസങ്ങളൊന്നുമില്ല. സച്ചി പറയുന്നുണ്ട്, ഓ ശരി ശരി, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, എനിക്ക് എല്ലാ ദിവസവും പ്രശ്നങ്ങൾ തന്നെയാണ്, എല്ലാവരും എനിക്കെതിരെ തന്നെയാണ്, അപ്പോൾ പിന്നെ ഈ പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ആ ജ്യോത്സ്യക്കാരനെ നിരാശയോടെ പറഞ്ഞയക്കുവാണേ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എടാ ഇതങ്ങനെ തള്ളിക്കളയല്ലേ, ജ്യോത്സ്യക്കാരനാ പറഞ്ഞിരിക്കുന്നേ, നീ വേണമെങ്കിൽ ഇന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയുമ്പോൾ സച്ചി പറയും, ഒന്ന് പോടാ, ഇന്നൊന്നാണ്ട് സവാരി തന്നെ വന്നിട്ടില്ല, ആരും ഒന്നും എന്നെ വിളിക്കുന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നേതാവ് വിളിക്കുവാണ് സച്ചിയെ. അപ്പോൾ സച്ചി ഫോൺ എടുക്കും. ആ എന്താ നേതാവേ എന്ന് പറയുമ്പോഴേക്കും നേതാവ് പറയുന്നുണ്ട്, സച്ചി ഒന്നിങ്ങോട്ട് വരാവോ, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി ആ ശരി ഇപ്പം എത്താം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണേ. എന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട്, കണ്ടോടാ അയാൾ കഷ്ടകാലം എന്നല്ലേ പറഞ്ഞത്, ഇത് നല്ല കാലമാണ്, നല്ല കോളാണ് എനിക്ക് വന്നിരിക്കുന്നത്, ഞാൻ പോയി നേതാവിനെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടേ വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയുടെ പൂക്കടയാണ്. അമ്മയ്ക്ക് സുഖമില്ലേ, നല്ല ചുമച്ചുകൊണ്ട് ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി വരുവാണ് പൂക്കടയിലോട്ട്. എന്താ അമ്മേ, വയ്യെങ്കിൽ വീട്ടിലിരുന്നൂടെ, എത്ര കഷ്ടപ്പെട്ട് പൂ കെട്ടുന്നത് എന്തിനാ, തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട് അമ്മക്ക്. രേവതിക്ക് സങ്കടം വരും. എന്തിനാ അമ്മേ, വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കുക. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇല്ല നാളെ ഒരുപാട് കല്യാണത്തിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, പൂവൊക്കെ കെട്ടണ്ടേ മോളെ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എന്നെ വിളിച്ചൂടെ, ഞാൻ കെട്ടിത്തരത്തില്ലേ അമ്മേ, ഇത്രയും നാൾ അമ്മയുടെ കാര്യം ഞങ്ങൾക്ക് വേണ്ടി അമ്മ ജീവിച്ചത് മൊത്തം, ഇപ്പോൾ ഈ വയ്യാത്ത സമയത്ത് അമ്മ ഇങ്ങനെ പണിയെടുക്കണോ, ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ വീട്ടിലെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, ചന്ദ്രക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ചന്ദ്രാൻ്റിക്ക് എന്താ ഇഷ്ടമാവുന്നു, അമ്മക്ക് എന്താ, അവിടുത്തെ അമ്മക്ക് എന്താ ഇഷ്ടപ്പെടുന്നത്, എപ്പോഴും എന്നെ കുറ്റം തന്നെയല്ലേ പറയുന്നത്, അമ്മയുടെ കാര്യം നോക്കിയാൽ മതി, അമ്മക്ക് വയ്യാതാവുമ്പോൾ ഇനി എന്നെ വിളിക്കണം ദേവു എന്നൊക്കെ പറഞ്ഞ് ദേവുവിനോട് പറയുവാണ് രേവതിക്ക് നല്ല സങ്കടമുണ്ട് അമ്മക്ക് അസുഖം വന്നതിൽ. ഈ ടൈമിൽ നമ്മുടെ ശരത്ത് വരുവാണേ അങ്ങോട്ടേക്ക്, അതും വേറെ ആരുടെ കൂടെയല്ല, നമ്മുടെ ആൻ്റണിയുടെ കൂടെ വരുവാണ്. ആൻ്റണിനെ കാണുന്നതും നമ്മുടെ രേവതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട്. ആൻ്റണി പോകാൻ പോകുമ്പോഴേക്കും രേവതി നല്ല ദേഷ്യത്തിൽ വന്ന് പറയാം, നിക്കട അവിടെ, നിന്നോട് ഞാൻ അന്ന് ഓഫീസിൽ വന്ന് മുഖത്തടിക്കുന്ന പോലെയല്ലടാ നിന്നോട് ഞാൻ സംസാരിച്ചത്, നാണമില്ല നിനക്ക്, വീണ്ടും എന്തിനാ എൻ്റെ അനിയൻ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശരത്ത് പറയും, ചേച്ചി എന്തിനാ ആൻ്റണി ചേട്ടനെ ചീത്ത പറയുന്നത്, പറയും, പഠിക്കേണ്ട സമയമാണ്, നീ കോളേജിൽ പോകുകയെന്ന് പറഞ്ഞിട്ട് നീ ഇയാളുടെ കൂടെ കിടന്ന് കറങ്ങുവാണോ, സച്ചിയേട്ടൻ ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, നീ എന്താടെ ഇങ്ങനെ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഇയാളുടെ കൂടെ നടക്കരുതെന്ന്, എന്നിട്ട് നീ എന്താ ഈ പറഞ്ഞാൽ കേൾക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ആൻ്റണിക്ക് ദേഷ്യം വരുവേ. ആൻ്റണി രേവതിയോട് പറയുന്നുണ്ട്, അവനെ എന്തിനാ ചേച്ചി ചീത്ത പറയുന്നത്, ഞാൻ എന്താ അവനെ പിടിച്ച് തിന്നുവോ എന്ന് ചോദിക്കുവാണ് രേവതിയോട് ആൻ്റണി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രായം എന്താ, ഇവൻ്റെ പ്രായം എന്താ, ഇവൻ്റെ ഈ പ്രായത്തിൽ ഇവൻ പഠിച്ച് നല്ല ജോലി മേടിക്കേണ്ട സമയമാണ്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, ചേച്ചി ആൻ്റണി ചേട്ടനെ വെറുതെ ചീത്ത പറയാൻ നിൽക്കരുതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, നീ എന്താടാ, നീ നല്ല ജോലിയൊക്കെ ഡിഗ്രിയൊക്കെ മേടിച്ച് നല്ല ജോലിക്ക് കയറുന്നത് സ്വപ്നം കണ്ടിരിക്കുക അമ്മ, അപ്പോൾ നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിൻ്റെ ഭാവി എന്താവും, ഇപ്പോൾ തന്നെ അമ്മക്ക് വയ്യ, ആർക്ക് വേണ്ടിയാണ് ഈ അമ്മ കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചോദിക്കുവാണ് ശരത്തിനോട്. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, അമ്മക്ക് എന്ത് പറ്റി, അപ്പോൾ ദേവു ചീത്ത പറയുന്നുണ്ട്, നീ വീട്ടിലുണ്ടെങ്കിലല്ലേ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, അമ്മക്ക് സുഖമില്ല എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരത്തെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, ഈ കള്ളു കുടിച്ച് പലിശക്ക് കൊടുത്ത് നടക്കുന്നവൻ്റെ കൂടെയൊന്നും നടക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണിക്ക് ദേഷ്യം വരുവേ. ആൻ്റണി പറയുന്നുണ്ട്, ചേച്ചി എന്താ ഈ കള്ളു കുടിക്കുന്നവരെയൊക്കെ മോശക്കാരാണെന്ന രീതിയിലൊക്കെ പറയുന്നതെന്ന് ചോദിക്കുവാണ് ആൻ്റണി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മോശക്കാരനല്ലേ, നിങ്ങളുടെ ഭർത്താവ് എന്നെക്കാളും നല്ല കുടിയനാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻ്റണി. അത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവേ.
ഞാനൊന്നും നിങ്ങളുടെ അനിയനെ തെറ്റായിട്ട് ചീത്ത വഴി കൂടിയൊന്നും കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ ഭർത്താവാണ് ഏറ്റവും വലിയ കുടിയൻ. അയാളാണ് ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കി നിങ്ങളുടെ അനിയൻ്റെ കൈയൊക്കെ ഒടിച്ചെന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വന്ന് അടിക്കാൻ പോകും ആൻ്റണിയെ. അപ്പോഴേക്കും ശരത്ത് കൈ കയറി പിടിച്ചിട്ട് പറയും, ചേച്ചി ചേച്ചി എന്താ ഈ കാണിക്കുന്നത്? എൻ്റെ ആൻ്റണി ചേട്ടനെ തൊട്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് രേവതിയെ ചീത്ത പറയുവാണ്. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, എൻ്റെ സച്ചേട്ടനെ പറ്റി പറഞ്ഞാൽ എൻ്റെ സ്വഭാവവും മാറുമെന്ന് രേവതി തിരിച്ചു പറയുവാണ്. ശരത്തിനെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റുവാണ്. കാരണം ആൻ്റണിയെ പറയുന്നത് ശരത്തിന് പിടിക്കില്ലല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഈ ആൻ്റണി ഇവനായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഈ നമ്മുടെ ശരത്തിനെ ചീത്താക്കുന്നതെന്ന് പറയുമ്പോൾ ശരത്തിന് വീണ്ടും ദേഷ്യം വരുന്നുണ്ട്. ശരത്ത് വീണ്ടും രേവതിയെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ അനിയനെയും കൂട്ടി ചുറ്റുന്നത് നീ നിർത്തിക്കോ ആൻ്റണി, അല്ലെങ്കിൽ ഇപ്പോൾ പൊക്കിയ കൈ നിൻ്റെ മുഖത്തിരിക്കും എന്ന് രേവതി പറയുകയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, ഓ സോറി ചേച്ചി സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി, ഇത്ര ടെൻഷൻ ആവില്ല, ഞാനിപ്പോൾ പോയി തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ആൻ്റണി അവിടെ നിന്ന് പോകുവാണേ. ശരത്തിനും ദേഷ്യം വന്ന് ശരത്തും പോകുന്നുണ്ട് വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.